നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല, മനുഷ്യനുണ്ട്. പക്ഷേ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിഷയമേ അല്ല. ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളിൽ ബ്രഹ്മപുരത്തെ മനുഷ്യരെ മനുഷ്യരായി പോലും കണ്ട ഭാവം മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് അനുഭവിക്കണം എന്നാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ KM ഷാജഹാൻ പ്രതികരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒരു മുഖ്യമന്ത്രി ഇവിടെ കണ്ടിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ആ വീഡിയോയില് ഈ ഭക്ഷണം കിട്ടാത്ത കുരങ്ങന്മാർ, പിന്നെ ഭക്ഷണം കിട്ടാതെ വലയുന്ന പക്ഷി മൃഗാദികൾ, അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ വലയുന്ന തെരുവ് നായ്ക്കൾ, അവർക്കൊക്കെ വേണ്ടി പിന്നെ കേഴുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കോവിഡ് കാലത്ത് കാണുകയുണ്ടായി. ഓരോ ദിവസവും വന്ന് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി കരുതലോടുകൂടി സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. എല്ലാ ദിവസവും പത്രസമ്മേളനമായിരുന്നു അദ്ദേഹത്തിന്റെ, വൈകിട്ട് പത്രസമ്മേളനം. അപ്പൊ അങ്ങനെ ആ കരുതല്, ജനങ്ങൾക്ക് വേണ്ടി പിന്നെ കരുതലോടുകൂടി പെരുമാറിയ ആ മുഖ്യമന്ത്രിയെ ജനങ്ങൾ രണ്ടാം തവണയും കേരളത്തിൽ അധികാരത്തിലേറ്റുകയായിരുന്നു. അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. നമുക്കറിയാം, രണ്ടാമത്തെ തവണ ഒരു മുന്നണി അധികാരത്തിൽ കയറുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത്രയും കൂടുതൽ കരുതലോടുകൂടി ജനങ്ങളെ സേവിക്കും എന്ന് ജനങ്ങൾ കരുതിയത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയെ പിന്നെ ജനങ്ങൾ രണ്ടാമത് അധികാരത്തിൽ കയറ്റിയത്. എന്നാൽ അതിന്റെ ഒരു ദുരിതം, അതെന്തുമാത്രം തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ദുരിതമുണ്ടാക്കി എന്ന് ഇന്ന് ജനങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുകയാണ്. അപ്പോ ആ ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് ഒരു ഉളുപ്പ് തോന്നണം. അതായത് ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ ചൈനയിലെ പിന്നെ ഒരു ഭരണാധികാരി മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ കയറി എന്ന് പറയുന്നതിന് ആശംസ അർപ്പിക്കുമ്പോൾ, ആ ആശംസ അർപ്പിക്കുന്ന സമയത്ത് തന്റെ സ്വന്തം സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഗ്യാസ് ചേംബറിൽ പെട്ടതുപോലെ ശ്വാസം മുട്ടുകയാണ് എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി എന്നുള്ളതല്ല, അയാളൊരു സാധാരണ മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. മുഖ്യമന്ത്രി എന്നുള്ളത് പോട്ടെ, സാധാരണ ഒരു മനുഷ്യന് ഇത്ര ഈ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇത്ര കാലസ് ആയിട്ട് പെരുമാറാൻ പറ്റുമോ? നമ്മള് പിന്നെ എറണാകുളം ജില്ലയിലെ മനുഷ്യരെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അവര് നാളെ കഴിഞ്ഞൊക്കെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആ മാറിക്കൊണ്ടിരിക്കുന്നതിന് അവരാണോ ഉത്തരവാദികൾ? ഒരിക്കലും അല്ലല്ലോ. അപ്പം ഭരണഘടനാപരമായി അവരുടെ ജീവിക്കാനുള്ള അവകാശം പോലും, അതായത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന അവകാശം പോലും ഈ ഭരണകൂടത്തിന്റെ നടപടികളാൽ നിഷേധിക്കപ്പെടുമ്പോൾ, അവിടെ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും രോഗമുണ്ടാകാൻ ഉള്ള സാധ്യത നിലനിൽക്കുമ്പോൾ, അർബുദം പോലുള്ള മാരക രോഗങ്ങൾ അവരെ ബാധിക്കാൻ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അതിനനുകൂലമായി അവരോടൊപ്പം നിൽക്കും എന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് പോകട്ടെ. അങ്ങനെ ഇറക്കാത്ത അയാൾക്ക് പിന്നെ ചൈനയിൽ ഭരണാധികാരി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതിന് ആശംസ അർപ്പിക്കാൻ അയാൾ തുനിയുന്നു എന്ന് പറയുമ്പോൾ, അയാൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു മനുഷ്യൻ, സാധാരണ മജ്ജയും മാംസവും ചോരയുമുള്ള ഒരു മനുഷ്യൻ പോലുമല്ല എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞതുപോലെ 10-12 ദിവസം പിന്നെ പുകയ്ക്കകത്ത് പെട്ട് പിന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് മുറിക്കകത്തേക്ക് പുക അടിച്ചു കയറ്റി എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് കൊച്ചിയിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ 2 ദിവസമായിട്ട് കൊച്ചിയിൽ ആണ്. അവിടെ അത്രയ്ക്ക് ദുരിതം പിന്നെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ആ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ ആ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് പിന്തുണ കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്ന നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നു, ആ ദുരിതം ഒഴിവാക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ ശ്രമിക്കും എന്ന് ഒരു തവണ പോലും പറയാൻ തയ്യാറാവാതെ മറുഭാഗത്ത് 11 ദിവസം കഴിയുമ്പോൾ പുകയണച്ചു തീയണച്ചു എന്ന് പറയുന്ന അയാളെ ഒരു മനുഷ്യനായി പോലും, ഞാൻ മൃഗമായി കണക്കാക്കാമോ എന്ന് ഞാൻ അത്രയ്ക്ക് അതങ്ങനെയൊക്കെ പറയേണ്ടതാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാനത് പറയുന്നില്ല. പക്ഷെ ഒരു സംശയവും വേണ്ട, അയാൾ ഒരു മനുഷ്യനായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും അയാളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു ദുര്യോഗമാണ് ഇതുപോലൊരു മനുഷ്യനെ മുഖ്യമന്ത്രിയാക്കി നമുക്ക് ലഭിച്ചു എന്നുള്ളത്. അത് നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം തല കുനിക്കണം, ഇതുപോലൊരാളെ മുഖ്യമന്ത്രിയാക്കി ലഭിച്ചു എന്നുള്ളത്. അപ്പം ഒന്നുകിൽ അയാൾക്ക് ഉളുപ്പില്ല, അല്ലെങ്കിൽ അയാൾക്ക് സമനില തെറ്റി. ഇത് രണ്ടിൽ ഏതെങ്കിലുമാണ് നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിലുള്ള ജനങ്ങളുടെ ശാപ വാക്കുകൾ അയാൾ കേൾക്കാൻ അയാൾ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ചുറ്റുമുള്ള ഒരാളുകൾ അയാളെ കേൾപ്പിക്കാൻ തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിലെ ജനങ്ങളാകെ ഇത്രയും കൂടുതൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിക്കാനുള്ള കുട്ടികൾക്ക് പോലും രോഗം വരാൻ ഉള്ള സാധ്യത നിലനിൽക്കുമ്പോൾ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അതിന് സമാനമൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ ഒരു ദുരിതത്തിലേക്ക് ആളുകൾ പോകുന്ന സമയത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട മനുഷ്യൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, തീ അണച്ചതിനെ കുറിച്ച് തീ ഉള്ള സമയത്ത് മൗനം പാലിച്ചതിന് ശേഷം തീ അണച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആവേശം ഭരിതനായി സംസാരിക്കുകയും, വേറെ ഏതോ ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരി 3 പ്രാവശ്യം അധികാരത്തിൽ കയറിയപ്പോൾ അയാൾക്ക് ആശംസ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന ഇയാൾ മുഖ്യമന്ത്രിയല്ല, ഒരു മനുഷ്യൻ പോലുമല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നങ്ങളിലൊന്നാണ് മാലിന്യ നിർമ്മാർജ്ജനം. വിദേശ രാജ്യങ്ങളിൽ മുടക്കമില്ലാതെ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ വന്ന് ചെയ്യുന്നത് എന്താണ്? പിന്നെ എന്തിനു നികുതിപ്പണം മുടക്കി ഇങ്ങനെ വിനോദയാത്ര നടത്തുന്നു? ഈ നികുതി കെട്ടുന്ന മലയാളി പള്ള മുറുക്കി ഉടുത്തിട്ട് പോലും വർഷത്തിൽ ഒരു ദിവസം വിനോദയാത്ര പോകാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് ഇതിനൊന്നും കാണാനോ വേണ്ടിയിട്ടുള്ള പോക്കുകളല്ല. ഇതൊക്കെ ഓരോ സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പോക്കുകളാണ്. ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം പോയ പോക്ക് ഇപ്പൊ ഈ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന കമ്പനി തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള നിലയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പം ഇതൊക്കെ വെറും പച്ചയായിട്ടുള്ള കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തിൽ CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്ക് കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോണ്ട ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കമ്പനി ആരുടേതാണ്? ആ കമ്പനി കേരളത്തിലെ CPM-ന്റെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവിന്റെ മരുമകന്റെയാണ് ആ കമ്പനി. ആ സമുന്നതനായ നേതാവ് വന്നിരുന്നു കൊണ്ട് പറയുന്നത് കേട്ടു, ഞാൻ അങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ല, എനിക്ക് അങ്ങനെയൊന്നും ഇടപെടേണ്ട കാര്യമില്ലെന്ന്. ശരിയാണ്. പക്ഷെ ആ സമുന്നതനായിട്ടുള്ള നേതാവിന്റെ മരുമകന്റേതാണ് ഈ കമ്പനി എന്നുള്ളത് കൊണ്ടാണ് നിയമവിരുദ്ധമായി ആ കമ്പനിക്ക് ഇതുപോലുള്ള ഓർഡറുകൾ കിട്ടുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ 250 ടൺ ഓരോ ദിവസവും സംസ്കരിക്കണമെന്നുള്ളിടത്ത് 5 ടൺ 10 ടൺ പോലും സംസ്കരിക്കാത്ത ഈ കമ്പനിക്ക് ഉത്തരവ് കിട്ടുകയാണ്. അത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും അവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. കണ്ണൂരിലെ മേയർ വന്നിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലും സമ്മർദ്ദം ഉണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങൾ അത് കൊടുത്തില്ല. ഇത് ലാവ്ലിൻ കേസിന് അഴിമതിക്ക് സമാനമായിട്ടുള്ള വലിയ അഴിമതിയാണ് ഇതെന്ന് കണ്ണൂർ മേയർ പറയുന്നത് കേട്ടു. ഇപ്പത്തെ കൊല്ലം മേയർ, CPM-ന്റെ കൊല്ലം മേയർ എന്ന് പറയുന്നത് കേട്ടു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലയിലുള്ള നിബന്ധനകളായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാമായിരുന്നു കൊല്ലത്തെ CPM-ന്റെ മേയർ പോലും പറയുന്നത് ഞാൻ കേട്ടു.
അപ്പം കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല ഇവിടെ നടത്തുന്നത്. ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇവിടെ കണ്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സോണ്ട ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി. ഞാൻ പറയുന്ന ഈ സോണ്ട ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി കേരളത്തിൽ CPM ഭരിക്കുന്ന എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് ഈ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും അവരെന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം ഇവിടെ നടക്കണം. പക്ഷെ ഇവിടുത്തെ ഗതികേടെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഗതികേടെന്ന് പറയുന്നത് ഇതിനെതിരെ സംഘടിതമായി പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ എറണാകുളം ജില്ല തന്നെ നമ്മൾ നോക്കൂ. എറണാകുളം ജില്ലയിൽ 3 MP കോൺഗ്രസിന്, 2 പേര് ലോക്സഭയിലുണ്ട്, ഒരാൾ രാജ്യസഭയിലുണ്ട്. എറണാകുളത്ത് 8 MLA കോൺഗ്രസിന്. അങ്കമാലിയിലുണ്ട്, ആലുവയിലുണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്. പ്രതിപക്ഷ നേതാവ് പോലും എറണാകുളം ജില്ലയിൽ നിന്നാണ്. എറണാകുളത്തുണ്ട്, തൃപ്പൂണിത്തുറയിലുണ്ട്, പെരുമ്പാവൂരുണ്ട്. എനിക്കൊന്ന് 7-8 MLA ഈ 8 MLA 3 MP ഉള്ള കേരളത്തിൽ തന്നെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു ജില്ലയിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി 12 ദിവസം കഴിഞ്ഞിട്ടും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇവിടുത്തെ പ്രതിപക്ഷത്തിന്? ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു ചുക്കും ഒരു പുല്ലും ചെയ്യാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കേണ്ടത്? യഥാർത്ഥത്തിൽ UDF എന്ന് പറയുന്ന സംവിധാനം ഒട്ടാകെ എറണാകുളത്തേക്ക് പറിച്ചു നട്ടപ്പെട്ട് എല്ലാ ദിവസവും അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഇതിനെതിരെ ഉയർത്തി എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധം ഈ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാൻ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടിരിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണം എന്നാവശ്യപ്പെടേണ്ടതല്ലേ? ഭരണകൂടമല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റം ചെയ്തിട്ടുള്ളത്? ഭരണകൂടത്തിനല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത്? അതിനു പകരം എറണാകുളം മേയറുടെ ഓഫീസിന് മുമ്പിൽ കിടന്ന് ഉന്തും നെല്ലും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ പ്രശ്നം, 2 പ്രശ്നങ്ങളാണ് അതിനകത്ത്. ഇതിനകത്ത് ഭരണകൂടം ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നിഷേധിക്കുന്നു. ജനങ്ങളെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു ഭരണകൂടം. മറുവശത്ത് ഇതിനെതിരായി ജനങ്ങൾക്കിടയിൽ പ്രതിഷേധവും പ്രതിരോധവും ശക്തിപ്പെടുത്തേണ്ട പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് രണ്ടുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ കാര്യം വളരെ വളരെ ദയനീയവും വളരെ ദുരിതവുമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കൊള്ളയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു വഴിയായി ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇത് കേരളത്തിലുള്ളത്. പക്ഷെ അതിനെ ചെറുക്കാൻ ഇവിടെ ഒരു സംവിധാനമില്ല എന്നുള്ളൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്.